ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഞാൻ 2022 പുറത്തിറങ്ങിയ ഡാർലിങ്സ് എന്ന സിനിമയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റിൽ പെട്ട ഒരു സിനിമയാണിത്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു സിനിമയിൽ ഫുള്ളി ഇൻവോൾവ് ആയി പോകും. അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് സംഭവിക്കുന്നത് പോലെ തോന്നും. അതുപോലെ നമ്മൾ ആ നായികയുടെ ഫീലിങ്സിന്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന പോലെ തോന്നും കേട്ടോ. സിനിമയെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ അരികിലേക്ക് ഉടനെ തന്നെ എത്തുള്ളൂ. സോ നമുക്കിനി അധികം സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ബദ്രു എന്നൊരു പെൺകുട്ടി തന്റെ കാമുകനായ ഹംസയെ കാണാൻ പോകുന്നതായി കാണിക്കുന്നുണ്ട്. ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു. ബദ്രുവിന് ഹംസയെ വിവാഹം കഴിക്കാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഹംസയ്ക്ക് സ്ഥിരമായ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് വിവാഹം നീണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ ഹംസയ്ക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ടിക്കറ്റ് കളക്ടറായിട്ട് ജോലി ലഭിച്ചുകൊണ്ട് ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഥ 3 വർഷം മുന്നോട്ടാണ് പോകുന്നത്. ബദ്രുവും ഹംസയും വിവാഹിതരായി ഒരുമിച്ച് ജീവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഹംസ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തിൽ നിന്ന് ഒരു കല്ല് കിട്ടുന്നുണ്ട്. ബദ്രു തന്റെ കൈ നീട്ടി ഹംസയുടെ വായിൽ നിന്ന് ആ കല്ലെടുത്ത് മാറ്റുന്നു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഒരു കല്ല് അവന്റെ വായിൽ വരുന്നുണ്ട്. എന്നാൽ ഇത്തവണ അവൻ കല്ല് കയ്യിലെടുക്കുകയല്ല, മറിച്ച് അവളുടെ കഴുത്തിൽ പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. വെറും ഭക്ഷണത്തിൽ നിന്ന് കല്ല് വീണതിനാണെന്ന് ഓർക്കണം. അടുത്ത ദിവസം രാവിലെ ഹംസ ബദ്രുവിനോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. തലേന്ന് രാത്രി ചെയ്ത പ്രവൃത്തിക്ക് ക്ഷമ ചോദിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഹംസയുടെ സ്നേഹപ്രകടനം കണ്ട് ബദ്രുവിന്റെ മനസ്സ് അലിയുന്നു. കാരണം ഹംസ മദ്യപിച്ചതിന് ശേഷം അവളെ മർദ്ദിക്കുന്നതിൽ അവന്റെ തെറ്റില്ല, മറിച്ച് മദ്യത്തിന്റെ തെറ്റാണെന്ന് അവൾ വിശ്വസിക്കുന്നു. ഹംസയും തനിക്ക് ബദ്രുവിനെ ഉപദ്രവിച്ചതിൽ ഖേദമുണ്ടെന്നും എന്നാൽ അത് തന്റെ തെറ്റല്ല, മദ്യത്തിന്റെ തെറ്റാണെന്നും വരുത്തി തീർക്കുമായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും ബദ്രുവിന് 2 വലിയ ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്: ഒരു നല്ല വീടും ഒരു കുഞ്ഞും. അവൾ എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. എന്നാൽ ഹംസ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് മാറ്റിവെക്കാറുണ്ട്. ബദ്രു എല്ലാ ജോലികളും തീർത്ത ശേഷം തന്റെ അമ്മയെ കാണാൻ പോകുന്നു. അമ്മ താമസിക്കുന്നത് കുറച്ച് വീടുകൾക്ക് അപ്പുറത്താണ്. ഹംസ ബദ്രുവിനെ മർദ്ദിക്കാറുണ്ടെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഹംസയെ ഉപേക്ഷിക്കാൻ അവർ പലതവണ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബദ്രുവിന് ഹംസയോട് അത്രയധികം സ്നേഹമുണ്ടായിരുന്നതുകൊണ്ട് അവൾ അവനെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു നാൾ ഹംസ മാറുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. ഹംസ തന്റെ ബോസിന്റെ ഓഫീസിലെ ബാത്റൂം കഴുകുന്നത് കാണിക്കുന്നു. ഹംസ TC ആയിരുന്നെങ്കിലും അവന്റെ ബോസ് അവനെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുകയും ഒട്ടും ബഹുമാനം നൽകാതിരിക്കുകയും ചെയ്തിരുന്നു. ഹംസ രാവും പകലും മദ്യപിക്കുകയും രാത്രിയിൽ വീട്ടിലെത്തി ഭാര്യയെ മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. രാവിലെ വീണ്ടും സ്നേഹം നടിക്കും. കഴിഞ്ഞ 3 വർഷമായി ഇത് തുടർന്നു പോവുമായിരുന്നു. ജീവിതത്തിൽ വലുതായൊന്നും നേടാൻ കഴിയാത്തതിന്റെയും ജോലി സ്ഥലത്ത് ബഹുമാനം ലഭിക്കാത്തതിന്റെയും നിരാശ മുഴുവൻ അവൻ ഭാര്യയെ തല്ലിയാണ് തീർത്തുകൊണ്ടിരുന്നത്. സുൽഫി എന്നൊരു ചെറുപ്പക്കാരനെ കാണിക്കുന്നുണ്ട്. അവൻ ബദ്രുവിന്റെയും അമ്മയുടെയും അടുത്ത് പഴയ സാധനങ്ങൾ വിൽക്കാൻ വന്നതാണ്. സൂഫിക്ക് ബദ്രുവിനോട് ഇഷ്ടമുണ്ടെന്ന് അവൾ കരുതിയിരുന്നു. ഈ അവസരം മുതലെടുത്ത് അവർ വിലപേശി സാധനങ്ങൾ വാങ്ങുമായിരുന്നു. ഹംസയുടെ മദ്യപാനം നിർത്തിയാൽ അവൻ നന്നാകുമെന്ന് ബദ്രു ചിന്തിക്കുന്നു. അതിനാൽ അവൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മദ്യം നിർത്താനുള്ള മരുന്ന് വാങ്ങി ഭക്ഷണത്തിൽ കലർത്തുന്നു. എന്നാൽ ഈ വിവരം ഹംസ അറിയുന്നു. ഇതിന്റെ പേരിൽ അവൻ അവളെ അതിക്രൂരമായി മർദ്ദിക്കുകയും ശരീരം ആസകലം മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം വീണ്ടും അമ്മ അവളെ ഉപദേശിക്കുന്നു, ഇനിയെങ്കിലും കണ്ണു തുറന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന്. എന്നാൽ ബദ്രു അതൊന്നും കേൾക്കാതെ ഹംസയെ മാറ്റാൻ മറ്റൊരു വഴിയുണ്ടെന്ന് ചിന്തിക്കുന്നു. തങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ കുഞ്ഞു വന്നതിന് ശേഷം ഹംസ മാറുമെന്ന് അവൾ കരുതുന്നു. അതിനാൽ അവൾ ചുവന്ന നിറത്തിലുള്ള ഒരു ആകർഷകമായ വസ്ത്രം ഓർഡർ ചെയ്യുന്നു. അത് ധരിച്ച് ഹംസയുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവന്റെ മനസ്സ് മാറുമെന്നും അങ്ങനെ കുഞ്ഞുണ്ടാകാനുള്ള പ്രക്രിയ നടക്കുമെന്നും അവൾ പ്രതീക്ഷിക്കുന്നു. അതേസമയം കോളനിയിലെ കെട്ടിടം പൊളിച്ച് പുതിയ ഫ്ളാറ്റുകൾ നിർമ്മിക്കാനായി ഒരു ബിൽഡർ വരുന്നുണ്ട്. കോളനിയിലെ എല്ലാവരും സമ്മതിച്ചെങ്കിലും ഹംസയുടെ സമ്മതമില്ലാത്തതിനാൽ കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ബദ്രു നേരിട്ട് ബിൽഡറുമായി സംസാരിക്കാൻ പോകുന്നു. എന്നാൽ ആ സമയത്ത് ഹംസ അവിടേക്ക് വരികയും ബദ്രുവിനെ അവിടെ കണ്ട് ഉടൻ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. തങ്ങൾക്ക് നല്ലൊരു വീട് കിട്ടുമെന്ന് ബദ്രു ഹംസയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ സമയത്ത് ബദ്രു വാങ്ങിയ പുതിയ ഹീലുള്ള ചെരുപ്പ് ഹംസ കാണുന്നു. ബദ്രു സ്റ്റൈലിഷ് ആകാൻ ശ്രമിക്കുകയാണെന്ന് അവൻ കരുതുന്നു. ഈ 2 കാര്യങ്ങൾക്കുമുള്ള ദേഷ്യം അവൻ അവളെ തല്ലി തീർക്കുന്നു. അവൾ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഹംസ ഒന്നും കേൾക്കാതെ തന്റെ പതിവ് ക്രൂരത തുടരുന്നു. അടുത്ത ദിവസം രാവിലെ ഹംസ പതിവ് പോലെ സ്നേഹം നടിച്ച് ബദ്രുവിനെ അനുനയിപ്പിക്കാൻ വരുന്നു. എന്നാൽ ഇത്തവണ ബദ്രു വഴങ്ങുന്നില്ല. അതോടെ ഹംസ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അവൻ രാവിലെ സ്നേഹം കാണിക്കുന്നത് വെറും അഭിനയമായിരുന്നു എന്നും രാത്രിയിലെ അതേ ക്രൂരനായ മനുഷ്യൻ തന്നെയായിരുന്നു അവനെന്നുമാണ്. തെറ്റ് മദ്യത്തിൻ്റെതായിരുന്നില്ല, മറിച്ച് അവന്റെ ചിന്താഗതിയുടേതായിരുന്നു എന്നുമാണ്. ബദ്രുവിന്റെ മനസ്സിൽ ദേഷ്യം നിറഞ്ഞു. അവൾ ദേഷ്യത്തിൽ വീട്ടിലെ സാധനങ്ങൾ എറിഞ്ഞുടയ്ക്കാൻ തുടങ്ങുന്നു. അപ്പോൾ സുൽഫി അവിടേക്ക് വരുന്നുണ്ട്. ഹംസ വീണ്ടും അവളെ മർദ്ദിച്ചെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൻ എപ്പോഴും ബദ്രുവിന്റെ മുറിവുകൾ കാണാറുണ്ടായിരുന്നതിനാൽ അവൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അവൻ അറിയായിരുന്നു. അവൻ ആരോടും പറയാതെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പോലീസുകാരന്റെ സഹായത്തോടെ ഹംസയ്ക്കെതിരെ പരാതി നൽകുന്നു. പിന്നീട് പോലീസ് ബദ്രുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. അമ്മയും അവളോടൊപ്പം വരുന്നു. ആദ്യം എന്തിനാണ് വിളിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ കാര്യം മനസ്സിലായപ്പോൾ അവരും ഹംസയ്ക്കെതിരെ പരാതി നൽകാൻ തയ്യാറാകുന്നു.
ബദ്രുവിന്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ട് രാജാറാം എന്ന പോലീസ് ഓഫീസർക്ക് ഹംസ അവളെ ഉപദ്രവിക്കാറുണ്ടെന്ന് മനസ്സിലാവുന്നു. അയാൾ അവരെ പിന്തുണച്ചുകൊണ്ട് പരാതി എഴുതാൻ തുടങ്ങുന്നു. അവസാനമായ ഒരിക്കൽ കൂടി ഹംസയെ കാണാൻ പോകുമ്പോൾ അവൻ അവളുടെ മുന്നിൽ കരയാൻ തുടങ്ങുകയാണ്. സ്വയം ഒരു മൃഗമെന്നും മറ്റും വിളിച്ച് വൈകാരിക നാടകങ്ങൾ കളിക്കുന്നു. അവിടെ പരാതി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്തുകൊണ്ടോ മദ്യപിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ രാക്ഷസന്മാരാകുന്നു. അപ്പോൾ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, സ്ത്രീകൾ അവരെ അങ്ങനെ ആക്കാൻ അനുവദിച്ചുകൊണ്ടാണ് എന്ന്. തങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായാൽ താൻ മദ്യപാനം നിർത്തുമെന്ന് ഹംസ പറയുന്നു. ഇങ്ങനെ മുതലക്കണ്ണീരൊഴുക്കി പല കാര്യങ്ങളും പറയുന്നു. ബദ്രു വീണ്ടും അവന്റെ വാക്കുകളിൽ വീണുപോകുന്നു. അവൾ പരാതി പിൻവലിക്കാൻ പറയുന്നു. അമ്മ എത്രയൊക്കെ പറഞ്ഞിട്ടും ബദ്രു കേൾക്കുന്നില്ല. അമ്മ അവളെ മനസ്സിലാക്കാൻ ഒരു കഥ പറയുന്നു. ഒരിക്കൽ കാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. നദിക്കരയിൽ ഒരു തവള ഇരിക്കുകയായിരുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഒരു തേൾ അവിടേക്ക് വന്നു. എന്നെ നദി കടത്തി തരാമോ എന്ന് ചോദിച്ചു. തവള പറഞ്ഞു, നീ എന്നെ കുത്തിയാലോ? തേള് പറഞ്ഞു, ഞാൻ നിന്നെ കുത്തിയാൽ നമ്മൾ രണ്ടുപേരും മരിക്കില്ലേ, ഞാൻ എന്നെ തന്നെ എന്തിനാണ് കൊല്ലുന്നത്? ഇത് കേട്ട തവള അവനെ പുറത്തിരുത്തി നദി കടത്താൻ സമ്മതിച്ചു. ഇരുവരും സന്തോഷത്തോടെ നദി കടക്കാൻ തുടങ്ങി. നദിയുടെ നടുവിലെത്തിയപ്പോൾ തേൾ തവളയെ കുത്തി. തവള ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? തേൾ പറഞ്ഞു, ഞാനൊരു തേളാണ്, കുത്തുന്നതാണ് എന്റെ സ്വഭാവം. ഈ കഥയിലൂടെ അമ്മ ബദ്രുവിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ചില പുരുഷന്മാർ തേളുകളെ പോലെയാണ്, അവർ ഒരിക്കലും മാറില്ല എന്നാണ്. ബദ്രു അല്പനേരം ആലോചിച്ച ശേഷം പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ കഥയാണ്. അച്ഛൻ നിങ്ങളെ സ്നേഹിക്കാത്തതുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചു പോയി. ഞാനും ഹംസയും നിങ്ങളെയും അച്ഛനെയും പോലെയല്ല. സത്യത്തിൽ ബദ്രു ചെറുതായിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ വീട് വിട്ടുപോയിരുന്നു. അമ്മ പല ജോലികളും ചെയ്താണ് ബദ്രുവിനെ ഒറ്റയ്ക്ക് വളർത്തിയത്. അദ്ദേഹം എന്തിനു പോയി എവിടെ പോയി എന്ന് ആർക്കും അറിയില്ലായിരുന്നു. എല്ലാവരും ടാക്സിയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അമ്മയാണ് പരാതി നൽകിയതെന്ന് ഹംസ കരുതുന്നു. അതുകൊണ്ട് അവൻ അമ്മയെ മോശമായി സ്പർശിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അമ്മ അവന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നു, സ്ത്രീകളെ തല്ലുന്നവരെ നപുംസകം എന്നാണ് വിളിക്കുക. ഇത് കേട്ട് ദേഷ്യം വന്ന ഹംസ അമ്മയെ ഇടിക്കുന്നു. അമ്മ ഉടൻ ടാക്സിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ബദ്രുവിനോട് ചോദിക്കുന്നു, ഇന്ന് നീ ഒരു തീരുമാനം എടുക്കണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ബദ്രു ഹംസയ്ക്കെതിരെ നിൽക്കുന്നില്ല. അതോടെ അമ്മ അവളോട് ഇനി സംസാരിക്കില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. കഥ ഒരു മാസം മുന്നോട്ട് പോകുന്നു. ഹംസ ഓഫീസിൽ തമാശകൾ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് വയറിന്റെ ഭാഗത്ത് ശക്തമായൊരു വേദന അനുഭവപ്പെടുന്നു. അവൻ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. മദ്യപാനം കാരണം അവന്റെ കരൾ മോശമായെന്നും മദ്യപാനം നിർത്തിയില്ലെങ്കിൽ കുറച്ചു ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്നും ഡോക്ടർ പറയുന്നു. ഈ വാർത്ത കേട്ട് വിഷമിച്ച് വീട്ടിലെത്തിയ ഹംസയോട് ബദ്രു താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഹംസയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നു. കുഞ്ഞുണ്ടായാൽ താൻ മദ്യപാനം നിർത്തുമെന്ന് വാക്ക് തന്നിരിക്കുന്നുവെന്നും അതുകൊണ്ട് ഇന്നു മുതൽ താൻ മദ്യപാനം നിർത്തുകയാണെന്നും അവൻ പറയുന്നു. ഇത് കേട്ട് ബദ്രുവിന് അതിയായ സന്തോഷമാകുന്നു. എന്നാൽ വാസ്തവത്തിൽ കരൾ മോശമായതുകൊണ്ടാണ് സ്വന്തം ജീവൻ രക്ഷിക്കാനായിരുന്നു അവൻ മദ്യപാനം നിർത്തിയത്. അതേസമയം അമ്മയ്ക്ക് പാചകത്തിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അവർ പാചക പരിപാടികൾ കണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആളുകൾ വീഡിയോ കണ്ട് ഓർഡർ ചെയ്യുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്. ഇതിനെല്ലാം സുൽഫി അവരെ സഹായിച്ചിരുന്നു. അപ്പോൾ ബദ്രു അവിടേക്ക് വന്ന് താൻ അമ്മയാകാൻ പോകുന്നെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അതുവരെ ദേഷ്യത്തിലായിരുന്ന അമ്മയുടെ ദേഷ്യമെല്ലാം അലിഞ്ഞു പോകുന്നു. അവർ സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ഹംസ അവിടേക്ക് വന്ന് അമ്മയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ആ സന്തോഷത്തിൽ അമ്മ അവനോടും ക്ഷമിക്കുന്നു. ഹംസയും ബദ്രുവും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു. ഹംസ മദ്യപാനവും നിർത്തിയിരുന്നു. എന്നാൽ ആരാണ് തനിക്കെതിരെ പരാതി നൽകിയെന്ന ചിന്ത അവന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. അവൻ അത് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അവൻ സന്തോഷം അഭിനയിക്കുക മാത്രമായിരുന്നു. ഉള്ളിൽ അവൻ പഴയ ഹംസ തന്നെയായിരുന്നു. അമ്മയുടെ പാചകത്തിലുള്ള താല്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ബദ്രുവും സുൽഫിയും സഹായിക്കുന്നു. അവർ ഒരു ടിഫിൻ സർവീസ് ആരംഭിക്കുന്നുണ്ട്. അമ്മയും മകളും ഭക്ഷണം ഉണ്ടാക്കുകയും സുൽഫി അത് ഡെലിവറി ചെയ്യുകയും ചെയ്തിരുന്നു. ഹംസ സുൽഫി പരാതി നൽകിയ അതേ പോലീസ് ഓഫീസറുടെ അടുത്തെത്തുന്നു. അയാളോട് നല്ല വാക്ക് പറഞ്ഞ് ആരാണ് ആ പരാതി നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. ഇതറിഞ്ഞ ശേഷം ഹംസ നേരെ സുൽഫിയെ കാണുന്നു. അവന് ബദ്രുവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നു. സുൽഫി അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹംസ ഒന്നും കേൾക്കുന്നില്ല. ഹംസയ്ക്ക് എല്ലാം മനസ്സിലായെന്നും പരാതി നൽകിയത് താനാണെന്നും ബദ്രുവിന് അറിയാമായിരുന്നുവെന്നും സുൽഫി ബദ്രുവിനെ അറിയിക്കുന്നു. ഹംസ ദേഷ്യത്തിൽ വീട്ടിലെത്തി ബദ്രുവിനെ മർദ്ദിക്കാൻ തുടങ്ങുന്നു. അവൾ ഗർഭിണിയാണെന്ന കാര്യം പോലും അവൻ ഓർക്കുന്നില്ല. അവൾക്ക് സുൽഫിയുമായി ബന്ധമുണ്ടെന്ന് അവൻ സംശയിക്കുന്നു. ഈ കുഞ്ഞ് അവന്റേതാണെന്ന് വരെ ആരോപിക്കുന്നു. അവൻ ബദ്രുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറയുന്നുണ്ട്. അവന്റെ ഉള്ളിൽ അത്രയധികം ദേഷ്യവും ക്രൂരതയും നിറഞ്ഞു നിൽക്കുന്നതിനാൽ അവൻ ബദ്രുവിനെ കോണിപ്പടിയിൽ നിന്ന് തള്ളിയിടുന്നു. അവൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ അവിടെ നിന്ന് പോകുന്നു. ബദ്രു വീണ് എഴുന്നേറ്റ് ആശുപത്രിയിലെത്തുന്നു. വീഴ്ച കാരണം അവളുടെ കുഞ്ഞ് മരിച്ചുപോയെന്ന് ഡോക്ടർ പറയുന്നു. ഇത് കേട്ട് ബദ്രു പൊട്ടിക്കരയുന്നു. അതൊരു ചെറിയ കാര്യമായിരുന്നില്ല. അപ്പോൾ ബദ്രു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. ജനലിൽ നിന്ന് ചാടാൻ തുടങ്ങുമ്പോൾ എന്തോ ഓർത്തുകൊണ്ട് അവൾ പിന്മാറുന്നു. സീൻ കട്ടാവുന്നു. അമ്മ ബദ്രുവിനെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവൾ വിളിച്ചിട്ടാണ് അവർ വന്നത്. വീടിനുള്ളിലേക്ക് കയറി അവർ അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്നു. ബദ്രു ഹംസയെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നു. ഉറക്കഗുളികൾ നൽകി മയക്കി കിടത്തിയിരിക്കുകയാണ്. ഹംസ ഇന്നുവരെ ബദ്രുവിനോട് ചെയ്തതിനെല്ലാം പ്രതികാരം ചെയ്യാൻ അവൾ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് പിന്മാറിയത്. മറ്റൊരാൾ ഉണ്ടാക്കിയ ഈ അവസ്ഥയ്ക്ക് താൻ എന്തിനു സ്വയം ശിക്ഷിക്കണം എന്നവൾക്ക് മനസ്സിലായി. ഇനി അവന് ശിക്ഷ നൽകണം. അമ്മയും മകളും ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുന്നു. അമ്മ അവനെ കൊല്ലാനുള്ള പല വഴികളും പറയുന്നു.
കാരണം ഹംസയോട് അവർക്ക് വെറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയുമായിരുന്നു, കാരണം അവൻ സ്നേഹിക്കാൻ യോഗ്യനല്ലായിരുന്നു. എന്നാൽ ബദ്രുവിന് അവനെ കൊല്ലാൻ താല്പര്യമില്ലായിരുന്നു. ഒരു പാഠം പഠിപ്പിക്കാനായിരുന്നു അവൾ ആഗ്രഹിച്ചത്. അവൻ തന്നോട് ചെയ്തതെല്ലാം അവനോടും ചെയ്ത് അവൻ തന്നെ ബഹുമാനിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. സുൽഫി വീട്ടിലെത്തിയപ്പോൾ അവരും അവനോട് ഹംസയെ എന്തു ചെയ്തു എന്ന് പറയുന്നു. കാരണം സുൽഫി തങ്ങളെ സഹായിക്കുമെന്ന് അവർക്കറിയായിരുന്നു. ബദ്രു അതേ ചുവന്ന വസ്ത്രവും ചുവന്ന ഹീൽസും ധരിച്ച് തന്റെ മുറിവുകൾ മേക്കപ്പ് കൊണ്ട് മറയ്ക്കാതെ അവയെ തന്റെ സൗന്ദര്യത്തിന്റെ ഭാഗമാക്കി നന്നായി ഒരുങ്ങി ഹംസയുടെ അടുത്തേക്ക് പോകുന്നു. ഒരിക്കൽ ഹംസ അവളുടെ ഹീൽസ് കൊണ്ട് അവളെ അടിച്ചിരുന്നു. ബദ്രുവും അവനോട് അതുപോലെ തന്നെ ചെയ്യുന്നു. കാരണം അവന്റെ പ്രവൃത്തി കൊണ്ട് തന്റെ കുഞ്ഞു മരിച്ചതിന്റെ ദേഷ്യം അവളുടെ ഉള്ളിൽ ആളി കത്തുന്നുണ്ടായിരുന്നു. ഹംസ കുറെ ദിവസമായി ജോലിക്ക് പോകാത്തതുകൊണ്ട് അവന്റെ ബോസ് വിളിക്കുന്നുണ്ട്. ഹംസ അച്ഛൻ മരിച്ചതുകൊണ്ട് നാട്ടിൽ പോയിരിക്കുകയാണെന്നും ഫോൺ വീട്ടിൽ വെച്ച് മറന്നുപോയെന്നും ബദ്രു കള്ളം പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഹംസയ്ക്ക് ഒരു ഗ്ലാസ് കഷ്ണം കിട്ടുന്നു. അതുപയോഗിച്ച് അവൻ കെട്ടഴിച്ച് രക്ഷപ്പെടുന്നു. അവൻ ബദ്രുവിനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ വന്ന് അവനെ വീണ്ടും കീഴ്പ്പെടുത്തുന്നു. അമ്മയ്ക്ക് പരിചയമുള്ള കരീംഭായ് എന്നൊരു ഇറച്ചി വെട്ടുകാരനുണ്ടായിരുന്നു. അയാളുടെ സഹായത്തോടെ അവർ മയക്കുമരുന്ന് വാങ്ങിയിരുന്നു. അത് നൽകി ഹംസയെ മയക്കത്തിൽ വെക്കാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ കുറച്ച് ബോധം ഉണ്ടാവുകയും വേണം. ഹംസയുടെ ബോസ് നേരിട്ട് വീട്ടിലേക്ക് വരുന്നു. കാരണം ഹംസയുടെ കയ്യിലുണ്ടായിരുന്ന ചില താക്കോലുകൾ ബോസിന് ആവശ്യമായിരുന്നു. ഹംസയെ ഒളിപ്പിച്ച ശേഷം അമ്മ വാതിൽ തുറക്കുന്നു. ഹംസയുടെ അച്ഛൻ മരിച്ചതുകൊണ്ട് അവന്റെ നാട്ടിൽ പോയിരിക്കുകയാണെന്ന് അവർ പറയുന്നു. എന്നാൽ ഹംസയുടെ അച്ഛൻ 1.5 വർഷം മുമ്പ് മരിച്ചതാണല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ കള്ളം പറയുന്നതെന്ന് ബോസ് ചോദിക്കുന്നു. ഒടുവിൽ അവർ ബോസിനെ ഹംസയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. മയക്കത്തിലായിരുന്ന ഹംസയെ ചൂണ്ടിക്കാട്ടി അവൻ തന്നെയാണ് കള്ളം പറയാൻ പറഞ്ഞതെന്നും ഒരുപാട് മദ്യപിച്ച് അസുഖമായതുകൊണ്ടാണെന്നും അവർ പറയുന്നു. ബോസ് അത് വിശ്വസിച്ച് താക്കോലെടുത്ത് പോകുന്നു. ഇങ്ങനെ പോയാൽ ആർക്കെങ്കിലും തങ്ങൾ ഹംസയെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് മനസ്സിലാകുമെന്ന് അവർക്ക് തോന്നി തുടങ്ങുന്നു. അവർ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹംസയെ കാണാനില്ലെന്ന് പരാതി നൽകാൻ തീരുമാനിക്കുന്നു. ഹംസയെ നോക്കാൻ സുൽഫിയെ ഏൽപ്പിക്കുന്നു. ഹംസ നല്ല വാക്കുകൾ പറഞ്ഞ് സുൽഫിയെ തന്റെ വലയിലാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ മരിച്ചാൽ അമ്മയുടെയും മകളുടെയും കൂടെ നീയും ജയിലിൽ പോകും. എന്നാൽ നീ എന്നെ വിട്ടാൽ നിങ്ങൾ 3 പേരും രക്ഷപ്പെടും. കാരണം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ പോയി കൃഷി ചെയ്ത് നല്ല മനുഷ്യനായി ജീവിക്കും എന്ന് ഹംസ പറയുന്നു. പോലീസ് ഓഫീസർ പരാതി എഴുതിയ ശേഷം അവരുടെ വീട്ടിൽ തന്നെ തിരച്ചിൽ നടത്താമെന്ന് പറയുന്നു. ഇത് കേട്ട് അവർ ഞെട്ടിപ്പോകുന്നു. തങ്ങൾ കളിച്ച കളി തങ്ങൾക്ക് തന്നെ വിനയായല്ലോ എന്ന് അവർ ചിന്തിക്കുന്നു. എല്ലാ കുറ്റവും സുൽഫിയുടെ തലയിലിടാമെന്ന് അമ്മ ചിന്തിക്കുന്നു. ബദ്രുവിനോടുള്ള ഏകപക്ഷികമായ പ്രണയം കാരണം അവൻ ഹംസയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറയാമെന്ന് അവർ കരുതുന്നു. എല്ലാവരും വീട്ടിലെത്തിയപ്പോൾ ഹംസയെ അവിടെ കാണുന്നില്ല. കാരണം സുൽഫി അവന്റെ വാക്കുകൾ വിശ്വസിച്ച് അവനെ വിട്ടയച്ചിരുന്നു. അവൻ നാട്ടിൽ പോയി കൃഷി ചെയ്ത് നല്ല മനുഷ്യനാകുമെന്ന് പറഞ്ഞതുകൊണ്ട് താൻ അവനെ വിശ്വസിച്ച് വിട്ടയച്ചുവെന്ന് സുൽഫി പറയുന്നു. സുൽഫിയാണ് ഹംസയെ കാണാതാക്കിയതെന്ന് അമ്മ പോലീസുകാരുടെ ചെവിയിൽ പറയുന്നു. പോലീസുകാർ സുൽഫിയെ സംശയിക്കാൻ തുടങ്ങുന്നു. ബദ്രുവിന്റെ സ്നേഹത്തിൽ വീണ് അവൻ അവളുടെ ഭർത്താവിനെ കാണാതാക്കിയെന്ന് അവർ കരുതുന്നു. ബദ്രുവിനോടുള്ള സ്നേഹം കാരണം അവൻ അവളുടെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് അവർ കരുതുന്നു. അപ്പോൾ സുൽഫി പറയുന്നുണ്ട് തനിക്ക് ബദ്രുവിനെ ഇഷ്ടമല്ല, മറിച്ച് അവളുടെ അമ്മയാണ് ഇഷ്ടമെന്ന്. ഇത് കേട്ട് ഒരു നിമിഷം അവിടെ നിശബ്ദത പരക്കുന്നു. കാരണം കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞിരുന്നു. എന്നാൽ അമ്മയുടെ മുഖത്ത് ലജ്ജ കലർന്ന ഒരു പുഞ്ചിരി വിരിയുന്നു. കാരണം ഇത് കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമാവുന്നു. അപ്പോൾ പോലീസ് ഓഫീസർക്ക് ഹംസയെ കിട്ടിയെന്ന വിവരം ലഭിക്കുന്നു. എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുന്നു. ഹംസ മയക്കത്തിലായിരുന്നുവെങ്കിലും തനിക്ക് സംഭവിച്ചത് പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ ബദ്രു അവിടേക്ക് വന്ന് നാടകം കളിച്ച് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് ഓഫീസറെ സമ്മതിപ്പിക്കുന്നു. ഹംസ ഒരിക്കലും നന്നാകില്ലെന്ന് അവർക്ക് മനസ്സിലായി. കാരണം സുൽഫി അവനൊരു അവസരം കൊടുത്തിട്ടും അവൻ തിരികെ വന്ന് അവർക്കെതിരെ പരാതി നൽകാനാണ് ശ്രമിച്ചത്. അവർ അവനെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നു. അതിനു മുമ്പ് അവർ മദ്യം കഴിക്കുന്നു. എന്നിട്ട് അവനെ ടെറസിൽ കൊണ്ടുപോയി താഴേക്ക് എറിയാൻ തുടങ്ങുന്നു. അപ്പോൾ ഹംസ പറയുന്നുണ്ട് ഇതൊരു അപകട മരണമായി തോന്നില്ല, നിങ്ങൾ പിടിക്കപ്പെടും. ഞാൻ എല്ലാം ഏറ്റുപറയാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ബദ്രു അവനെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മൊബൈലിൽ വീഡിയോ എടുത്തുകൊണ്ട് താൻ എഴുതി കൊടുത്ത കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെടുന്നു. ഞാൻ എന്റെ ഭാര്യയെ മർദ്ദിക്കാറുണ്ട്. പ്രശ്നം മദ്യപാനത്തിന്റേതാണെന്ന് ഞാൻ കരുതി. എന്നാൽ എന്റെ മർദ്ദനം കാരണം എന്റെ കുഞ്ഞ് മരിച്ച ദിവസം ഞാൻ മദ്യപിച്ചിരുന്നില്ല. അതായത് പ്രശ്നം മദ്യത്തിനല്ല, എനിക്കാണ്. ഞാൻ ബദ്രുവിനെ ഇനിയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഉപേക്ഷിച്ച് എന്നേക്കുമായി എന്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു എന്ന് പറയാനാണ് അവർ ആവശ്യപ്പെട്ടത്. ഈ വീഡിയോ എടുത്ത് ബദ്രു ഹംസയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇനി താൻ സ്വതന്ത്രനാകുമെന്ന് ഹംസ കരുതുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കാരണം ചില പുരുഷന്മാർ തേളിനെ പോലെയാണ്, അവർ ഒരിക്കലും മാറില്ല. ഇത് ചിന്തിച്ച് അമ്മ അവനെ വീണ്ടും മയക്കുന്നു. അതിനുശേഷം അവർ കരീംബായുടെ സഹായത്തോടെ അവനെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി കെട്ടിയിടും. കാരണം തേളായ ഹംസ ഒരിക്കലും മാറാൻ പോകുന്നില്ലായിരുന്നു. അവൻ വീഡിയോയിൽ പറഞ്ഞതൊന്നും മനസ്സിൽ തട്ടി പറഞ്ഞതായിരുന്നില്ല, മറിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അവർ അവനെ ട്രാക്കിൽ കെട്ടിയിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ബദ്രുവിന് മനസ്സ് പെട്ടെന്ന് മാറുന്നു. അവൾ പറയുന്നു ഇത് തെറ്റാണ്. അമ്മ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിന്റെ മനസ്സ് കല്ലാക്ക്, അവൻ ഇതിന് യോഗ്യനാണ്. ബദ്രു പറയുന്നു അവൻ ഇതിന് യോഗ്യനായിരിക്കാം, പക്ഷെ ഞാൻ തവളയാണ്. ഞാൻ എന്തിനാ അവനെ പോലെ ആകണം? ഞാൻ ചെയ്തത് ബഹുമാനം കിട്ടാനാണ്. ഈ ബഹുമാനം എന്റേതാണ്. അവൻ ചെയ്തതിന് അവന് ശിക്ഷ കിട്ടും. പക്ഷെ ഞാൻ കൊന്നാൽ ജീവിതകാലം മുഴുവൻ എനിക്കത് ഓർമ്മ വരും. അമ്മ അല്പനേരം ആലോചിച്ച ശേഷം അവനെ അഴിച്ചുവിടാൻ പറയുന്നു. അവർ ഹംസയെ രക്ഷിക്കുന്നു. അവനെ രക്ഷിച്ചതിന് ശേഷം ഹംസ വീണ്ടും ബദ്രുവിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത്തവണ ബദ്രു അവന്റെ വാക്കുകളൊന്നും കേൾക്കുന്നില്ല. അവനോട് പോകാൻ പറയുന്നു. ബദ്രു ഇത്തവണ അവന്റെ വാക്കുകളിൽ വീഴാത്തപ്പോൾ ഹംസ വീണ്ടും തന്റെ തനി നിറം പുറത്തെടുക്കുന്നു. ഇനി ഞാൻ കാണിച്ചു തരാം പ്രതികാരം എങ്ങനെ എടുക്കണമെന്ന്. എങ്ങനെയാണോ ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നത് അതുപോലെ നിന്നെയും കൊല്ലും എന്ന് അവൻ പറയുന്നു. ഹംസ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രെയിൻ വന്ന് അവനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. എല്ലാവരും
എല്ലാവരും എന്തു പറ്റിയെന്ന് അറിയാതെ നോക്കി നിൽക്കുന്നു. എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അമ്മ ബദ്രുവിനോട് പറയുന്നു, നീ ചെയ്തത് ശരിയാണ്, കൊന്നിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഓർമ്മ വന്നേനെ. ഇവിടെ ഒരു രഹസ്യം വെളിപ്പെടുന്നു. ബദ്രുവിന്റെ അച്ഛൻ ഓടിപ്പോയതല്ല, മറിച്ച് അവളുടെ അമ്മ അദ്ദേഹത്തെ കൊന്നതാണ്. കാരണം അദ്ദേഹവും ഹംസയെ പോലെ ദിവസവും അവരെ തല്ലുമായിരുന്നു. ഒരു ദിവസം സഹി കേട്ട് അമ്മ അദ്ദേഹത്തെ കൊന്നതിന് ശേഷം അമ്മ ബദ്രുവിനെയും കൊണ്ട് കരീംഭായിയുടെ അടുത്തേക്ക് പോയി. അന്നും അവരെ സഹായിക്കാൻ അദ്ദേഹമേ ഉണ്ടായിരുന്നുള്ളൂ. കരീംഭായ് അവരുടെ ഭർത്താവിന്റെ മൃതദേഹം എവിടെയോ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. അതോടെ അദ്ദേഹം വീട് വിട്ടുപോയി എന്ന കഥ പ്രചരിച്ചു. ബദ്രു ഹംസയെ കൊണ്ട് എല്ലാം പറയിപ്പിച്ച് വീഡിയോ എടുത്ത് അവന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നതുകൊണ്ട് ഹംസ സ്വയം പോയി ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് കരുതുന്നു. പോലീസ് ആ കേസ് അവസാനിപ്പിച്ച് അവരുടെ ജോലിയിൽ മുഴുകുന്നു. ബദ്രു ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതായും അവൾ വളരെ സന്തോഷവതിയാണെന്നും കാണിക്കുന്നു. ഹംസയുടെ കൂടെ ചെയ്തിരുന്ന കാര്യങ്ങളായ സിനിമ കാണുക, ഐസ്ക്രീം കഴിക്കുക, കറങ്ങാൻ പോവുക എന്നിവയെല്ലാം അവൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു. അവളുടെ മുഖത്ത് മുറിവുകളില്ല, പുഞ്ചിരി മാത്രം. ഈ ഒരു മെസ്സേജ് നൽകിക്കൊണ്ട് സിനിമയോട് അവസാനിക്കുന്നു. സ്ത്രീകൾ ആരുടെ അടിമയാകണമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നൊരു സ്ട്രോങ് മെസ്സേജോട് കൂടി സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുകയുള്ളൂ. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.